അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നു. രാമമന്ത്രം എങ്ങും മുഖരിതമായി. യോഗി ആദിത്യനാഥ് വർഗീയ വിഷം ചീറ്റി അങ്ങുമിങ്ങും നടന്നു. എന്നിട്ടും ഫലമുണ്ടായില്ല. അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 80-ൽ 33 സീറ്റുകൾ മാത്രമാണ് BJP നേടിയത്. അതുതന്നെയാണ് യോഗി ആദിത്യനാഥിന് എതിരെ BJP നേതൃത്വം തിരിഞ്ഞത്. യോഗി ആദിത്യനാഥിനെ കൊണ്ട് BJPക്ക് യാതൊരു ഗുണവുമില്ല എന്ന തരത്തിൽ ഉപമുഖ്യമന്ത്രി ശ്രീ കേശവ് പ്രസാദ് മൗര്യ രംഗത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. യോഗിയെ മാറ്റണം, യോഗിയെ മാറ്റിയാലേ സംസ്ഥാനത്ത് BJP ഗുണം പിടിക്കുകയുള്ളൂ എന്ന തരത്തിലായിട്ടുണ്ട് കാര്യങ്ങൾ UP-യിൽ. ഇനി 10 സ്ഥലത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ 10 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെടുകയാണെങ്കിൽ, BJP പരാജയപ്പെടുകയാണെങ്കിൽ UP-യിലേക്ക് പിന്നെ BJPക്ക് നോക്കേണ്ടതില്ല. കാരണം UP സമാജ്വാദി പാർട്ടി കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വരുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ BJP വീണുകൊണ്ടേയിരിക്കുന്നു. കോൺഗ്രസ് കയറി പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കട എല്ലായിടങ്ങളിലും തുറന്നുകൊണ്ടേയിരിക്കുന്നു. BJPക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത്? UP-യിൽ എന്താണ് സംഭവിച്ചത്? UP-യിൽ സംഭവിച്ചത് മറ്റൊന്നുമല്ല, അവർ വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ അങ്ങും ഇങ്ങും വിതച്ചു. രാമക്ഷേത്രം പണിയണമെന്ന് അന്ന് LK അദ്വാനി പറഞ്ഞു. രഥയാത്ര നടത്തി, തർക്കമന്ദിരം തകർത്ത് തരിപ്പണമാക്കി. അവിടെ രാമക്ഷേത്രം പണിതു, അതിന്റെ ഉദ്ഘാടനം നടത്തി, ഭക്തലക്ഷങ്ങളെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഇപ്പോൾ രാമക്ഷേത്രം ചോരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. തിരക്ക് ഒഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അവിടെ രാമൻ ഇല്ല, യഥാർത്ഥ രാമൻ അവിടെ ഇല്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഭക്തർക്ക് അവിടെ രാമനെ കാണാൻ കഴിയുന്നില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, യഥാർത്ഥ വിശ്വാസികൾ പറഞ്ഞു നടക്കുന്നതാണ്. അവിടെ പ്രതിഷ്ഠിച്ച രാമൻ വോട്ടിന് വേണ്ടിയുള്ള, വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള രാമൻ മാത്രമായിരുന്നുവെന്ന് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും പറയുന്നു. മാത്രമല്ല, അവിടെ രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടത് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളായിരുന്നു എന്ന പരമാർത്ഥം ഹിന്ദുക്കൾ തന്നെ വോട്ടാക്കി മാറ്റി. ആ വോട്ടാണ് സമാജ്വാദി പാർട്ടിക്ക് വമ്പിച്ച വിജയം നേടിക്കൊടുത്തത്. എത്ര കണ്ണീർ കഥകളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ഉയർന്നു കേട്ടത്. എത്ര കുടിയൊഴിപ്പിക്കലിന്റെ നീറുന്ന ദൈന്യതയുടെ കഥകളാണ് അവിടെ ഉയർന്നു കേട്ടത്. ഇതൊക്കെയാണ് യോഗി ആദിത്യനാഥിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചൂണ്ടുവിരലുകളായി മാറിയിരിക്കുന്നത്. അത് ഇപ്പോൾ BJP നേതൃത്വം യോഗിക്കൊപ്പമുള്ള ഉപമുഖ്യമന്ത്രി തലത്തിലുള്ള നേതാക്കൾ വരെ ചൂണ്ടുന്നു. യോഗി സ്വന്തം ഇഷ്ടപ്രകാരം, തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന, തന്നിഷ്ടപ്രകാരം നടക്കുന്ന ഒരാളാണ്. BJPക്കോ RSSനോ യാതൊരു നിയന്ത്രണവും ഇയാളുടെ മേലില്ല. അയാളുടെ വഴിക്ക് പോകുന്ന ആളാണ്. അയാളെ കൊണ്ട് പാർട്ടിക്ക് യാതൊരു ഗുണവുമില്ല എന്ന തരത്തിൽ ആയിരിക്കുന്നു. ഇനി വരാനുണ്ട് 27, 28 തീയതികളിൽ എല്ലാ സംസ്ഥാനത്തെയും BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാരുടെ യോഗം കേന്ദ്ര നേതൃത്വം വിളിച്ചിട്ടുണ്ട്. അതിൽ അമിത്ഷായും മന്ത്രിമാരും, അതായത് JP നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുമായിരിക്കണം, യോഗിക്ക് താക്കീത് നൽകുമായിരിക്കണം. ഏതായാലും യോഗി ആദിത്യനാഥിനെ മാറ്റി മറ്റൊരു നേതാവിനെ UP-യിൽ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ UP-യിൽ ഇനി BJPക്ക് വളർച്ചയുണ്ടാവുകയുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. യോഗി എന്തൊക്കെയാണ് വരുത്തിക്കൂട്ടിയത് എന്ന് അറിയാം UP-യിലെ BJPക്കാർക്ക് ഓരോരുത്തർക്കും. മോദി കഴിഞ്ഞാൽ അടുത്തത് യോഗി എന്ന തരത്തിൽ വരെ പ്രചരണം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതൊക്കെ പോയി. കാരണം അന്ധമായ വർഗീയത വിളമ്പിയാണ് യോഗി അവിടെയുള്ള ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളെയും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയാണ് വോട്ട് നേടിയിരുന്നത് എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. അത് എല്ലാ കാലത്തും വിലപ്പോവില്ല എന്ന് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടിയും തെളിയിച്ചിരിക്കുന്നു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാജ്വാദി പാർട്ടി കൈകൊടുത്തപ്പോൾ തന്നെ അവിടെ യോഗിയുടെ വർഗീയ വിഷവിത്തുകൾ മുളയ്ക്കുകയില്ല എന്ന് തെളിയിക്കപ്പെട്ടു. അതാണ് തെരഞ്ഞെടുപ്പിന് ഫലം വന്നപ്പോൾ 80-ൽ 33 സീറ്റിൽ BJP ഒതുങ്ങിപ്പോയത്. BJPയുടെ ആ തളർച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ കരണക്കുറ്റിക്കേറ്റ ശക്തമായ പ്രഹരമായിരുന്നു എന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് യോഗിക്കെതിരെ കേശവ് പ്രസാദ് മൗര്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും UP-യിൽ, അതായത് ഉത്തർപ്രദേശിൽ BJPയുടെ ഒരു പൊളിച്ചെഴുത്ത് സമീപഭാവിയിൽ തന്നെ ഉണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJP പൊളിച്ചെഴുതുമ്പോൾ അവിടെയുള്ള ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും ഉറപ്പിച്ചു പറയും, വർഗീയതയ്ക്ക് UP-യിൽ സ്ഥാനമില്ല,
വർഗീയതയുടെ വിഷവിത്തുകൾക്ക് യു പിയിൽ സ്ഥാനമില്ല എന്ന് അവിടെയുള്ള ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും തറപ്പിച്ചു പറയും എന്ന കാര്യത്തിലും തർക്കമുണ്ടാവുകയില്ല.